ഹായ് ഫ്രണ്ട്സ്, JBR ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം. മമ്മൂട്ടി ഇപ്പോഴും ഈ 74-ാം വയസ്സിലും ഈ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഹെയർ, മുടിയുടെ സെൻറ്റർ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വിഗ് അഥവാ നോൺ സർജിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഹെയർ, അതാണ് അദ്ദേഹം മുടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആൻറ്റി ഏജിങ് ലേസർ ആൻഡ് ലൈഫ് ട്രീറ്റ്മെൻറ്റ്. ഇത് സ്കിന്നിന് എപ്പോഴും ഒരു ഗ്ലോ നൽകാനും അതുപോലെ സ്കിന്ന് റിപ്പയർ ചെയ്യാനും റിങ്കിൾസ് തടുക്കാനും ഈ ട്രീറ്റ്മെൻറ്റ് ഉപകരിക്കും. പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് മുഖം എപ്പോഴും ടൈറ്റായിരിക്കുവാൻ വേണ്ടി മുഖത്തെ റിങ്കിൾസും ഫൈൻലെസ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയും ഫേഷ്യൽ ബോട്ടം എന്നൊരു ഇഞ്ചക്ഷനും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ 50% മാത്രമേ ചാൻസ് ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ യങ്നെസ്സിന് ഇപ്പോഴുള്ള കാരണം ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. അദ്ദേഹം സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫുഡാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, JBR ടോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാവുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം. മമ്മൂട്ടി ഇപ്പോഴും ഈ 74-ാം വയസ്സിലും ഈ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഹെയർ, മുടിയുടെ സെൻറ്റർ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വിഗ് അഥവാ നോൺ സർജിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഹെയർ, അതാണ് അദ്ദേഹം മുടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആൻറ്റി ഏജിങ് ലേസർ ആൻഡ് ലൈഫ് ട്രീറ്റ്മെൻറ്റ്. ഇത് സ്കിന്നിന് എപ്പോഴും ഒരു ഗ്ലോ നൽകാനും അതുപോലെ സ്കിന്ന് റിപ്പയർ ചെയ്യാനും റിങ്കിൾസ് തടുക്കാനും ഈ ട്രീറ്റ്മെൻറ്റ് ഉപകരിക്കും. പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് മുഖം എപ്പോഴും ടൈറ്റായിരിക്കുവാൻ വേണ്ടി മുഖത്തെ റിങ്കിൾസും ഫൈൻലെസ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയും ഫേഷ്യൽ ബോട്ടം എന്നൊരു ഇഞ്ചക്ഷനും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ 50% മാത്രമേ ചാൻസ് ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ യങ്നെസ്സിന് ഇപ്പോഴുള്ള കാരണം ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. അദ്ദേഹം സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫുഡാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, JBR ടോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാവുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം.